കഴിഞ്ഞ കുറച്ചധികം കാലമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന വർഗീയ പ്രസ്താവനകൾ നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്തിട്ടുണ്ട്. മലപ്പുറത്തെ ലക്ഷ്യമിട്ട് മുസ്ലിം വിഭാഗത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് അദ്ദേഹം നടത്തുന്ന വർഗീയ പ്രസ്താവനകൾ. മലപ്പുറത്ത് ഒരു സ്കൂൾ പോലും ഈഴവ വിഭാഗത്തിന് അനുവദിച്ചു നൽകുന്നില്ല, SNDPക്കില്ല, എല്ലാം കൊണ്ടുപോകുന്നത് മുസ്ലിം വിഭാഗമാണ്. മലബാർ മേഖലയിൽ യാതൊരു പരിഗണനയും ഈഴവ വിഭാഗത്തിന് ലഭിക്കുന്നില്ല, വലിയ അവഗണനയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. ഇന്നും അദ്ദേഹം അത് ആവർത്തിച്ചു. പക്ഷേ നോക്കൂ, ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്, കഴിഞ്ഞ കുറേ നാളുകളായി പിണറായിയോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ, കാറിൽ കൂടെ കയറി പോകുന്നു, ഒരുമിച്ച് വേദി പങ്കിടുന്നു, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ കഴിഞ്ഞ 9 വർഷമായി പിണറായി വിജയനാണല്ലോ അധികാരത്തിലുള്ളത്, അപ്പോൾ എന്തുകൊണ്ട് അനുമതി ലഭിച്ചില്ല എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു. അനുമതി തേടാമായിരുന്നല്ലോ, അപ്പോൾ അത് ആരുടെ പ്രശ്നമാണ് എന്ന തരത്തിലായിരുന്നു മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. അപ്പോൾ അതിന് തട്ടിക്കയറുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തത്. പിന്നെ കുറേ നാളായി തുടങ്ങിയിട്ട് ഒന്ന് പോടോ എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകരുടെ മൈക്ക് തട്ടി മാറ്റുന്നുണ്ട്. വലിയ രീതിയിലുള്ള അസഹിഷ്ണുത ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പ്രകടിപ്പിക്കുന്നതാണ് കണ്ടത്. കഴിഞ്ഞില്ല, CPIയും അദ്ദേഹം അതിരൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ തന്നെ CPMനെ അതിശക്തമായി വിമർശിച്ചിട്ടുണ്ട് CPI. അത് യോഗങ്ങളിലൊക്കെ, അവരുടെ എക്സിക്യൂട്ടീവ് സംസ്ഥാന സമിതി യോഗത്തിലൊക്കെ വലിയ വിമർശനം CPIയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ 10 വർഷം കൂടെ നിന്നിട്ട് ഇപ്പോൾ തള്ളി പറയുകയാണ് CPI ചെയ്യുന്നത്. ചതിയൻ ചന്തുമാരാണ് CPI എന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന. അതിന് തക്കതായ മറുപടി ഇന്ന് ബിനോയ് വിശ്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. LDFിലെ ഘടകകക്ഷികൾക്ക് മാർക്കിടാൻ വെള്ളാപ്പള്ളി ആരും ഏൽപ്പിച്ചിട്ടില്ല. അപ്പോൾ ചതിയൻ ചന്തു എന്ന പ്രയോഗം അത് ഏറ്റവും കൂടുതൽ ചേരുന്നത് വെള്ളാപ്പള്ളി നടേശനാണ് എന്ന് ബിനോയ് വിശ്വം തുറന്നടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യമാണ് നമ്മൾ ഇന്ന് ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. റാവു, ഇതിപ്പോൾ വെള്ളാപ്പള്ളിയെ കൊണ്ട് ആകെ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊരവസ്ഥയിലാണോ CPM ഉള്ളത്? ഈ CPIയുടെ വിമർശനമൊക്കെ CPM എത്രത്തോളം ഗൗരവത്തിൽ ചർച്ച ചെയ്യാനും പരിഗണിക്കാനും ഒക്കെ ഇടയുണ്ട്? എന്താണ് വെള്ളാപ്പള്ളിയുടെ യഥാർത്ഥ പ്രശ്നം? അല്ല, ഈ മുന്നണിയിലെ 2 പാർട്ടികൾ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തെ 2 നിലയ്ക്ക് വിശകലനം ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശന്റെ ഇടപെടലുകളോ അദ്ദേഹവുമായിട്ടുള്ള ബാന്ധവമോ ഏതെങ്കിലും നിലയ്ക്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് പാർട്ടി വിലയിരുത്തിയിട്ടില്ല എന്നാണ്. അതേസമയം CPIയുടെ സംസ്ഥാന നേതൃത്വം ഈ ബന്ധവും നമ്മൾ CPI വെള്ളാപ്പള്ളിയോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് എന്ന സന്ദേശവും വലിയ തോതിൽ തിരിച്ചടിയായി എന്ന് വിലയിരുത്തുകയും ചെയ്യുന്നു. ന്യൂനപക്ഷങ്ങൾ വലിയ തോതിൽ അകന്നു പോകുന്നു എന്ന് മാത്രമല്ല, ഭൂരിപക്ഷ സമുദായത്തിനകത്ത് നിന്ന് പോലും നമുക്ക് പിന്തുണ കിട്ടിയില്ല. മതനിരപേക്ഷ മനസ്സുള്ള ആളുകൾ പോലും പാർട്ടിയും മുന്നണിയും സ്വീകരിക്കുന്ന ഈ നിലപാടിനോടുള്ള വലിയ തോതിലുള്ള അത്ഭുതം പങ്കുവയ്ക്കുകയോ വിട്ടുപോവുകയോ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കെന്താണ് പറ്റിയതെന്നതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ 2 പ്രതലത്തിലൂടെ സഞ്ചരിക്കുകയാണ്, 2 കണ്ടെത്തലുകൾ നടത്തുകയാണ് എന്ന സവിശേഷതയുണ്ട്. ഇപ്പോൾ CPI എന്ന് പറയുന്ന പാർട്ടിയുടെ എക്സിസ്റ്റൻസ് നമ്മൾ ആലോചിക്കണം. ആ പാർട്ടി നിലകൊള്ളുന്നത് തന്നെ CPIഎമ്മിനെതിരായിട്ടുള്ള ഒരു തിരുത്തൽ ശക്തി എന്ന നിലയ്ക്കാണ്. അതിനപ്പുറമുള്ള വലിയ ഒരു പ്രസക്തി ആ പാർട്ടി രാഷ്ട്രീയമായതിൻ്റെ ഒരു അസ്തിത്വ പ്രസക്തി നിലനിർത്തുന്നുണ്ടോ ചോദിച്ചാലില്ല. പക്ഷേ CPIയും ഒരു വലിയ പാർട്ടിയും റൂളിംഗ് പാർട്ടിയുമായിട്ടുള്ള പാർട്ടിയെ അതിൻ്റെ നയവ്യതിയാനങ്ങളുടെ ഘട്ടത്തിലെല്ലാം തിരുത്തുക, ഉറക്കെ സംസാരിക്കുക എന്നതാണ് നിർവഹിച്ചു വന്നിട്ടുള്ള ഒരു ദൗത്യം. ചില ഘട്ടങ്ങളിലൊക്കെ അവർ നിശബ്ദത പാലിക്കുകയോ CPMനോട് പൂർണ്ണമായും വിധേയപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നിർണായക സന്ദർഭങ്ങളിൽ അവർ ശബ്ദം ഉണ്ടാക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് PMCയിലാണ് ഏറ്റവും അവസാനത്തെ ബഹളം നാം കേൾക്കുന്നത്, വിയോജിപ്പ് അവർ രേഖപ്പെടുന്നത്. ആ വിയോജിപ്പിനോട് ഒരു പരിധിവരെ വഴങ്ങാൻ സർക്കാർ നിർബന്ധിതമായി. മഞ്ചിക്കണ്ടിയിൽ ആദിവാസികളെ വെടിവെച്ച് വന്നപ്പോൾ ഇത് ഇടതുപക്ഷ സർക്കാരിൻ്റെ നയമല്ല എന്നവർ പറഞ്ഞിട്ടുണ്ട്. ജിഷ്ണു പ്രണയുമായി ബന്ധപ്പെട്ട സമരം ഉണ്ടായ സമയത്ത് നമ്മുടെ സമീപനം ഇതായിരിക്കാൻ പാടില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല ഘട്ടങ്ങളിൽ CPI വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം, ഇപ്പോൾ ചന്ദ്രപ്പൻ്റെ കാലം എടുത്തു നോക്കിയാൽ വളരെ കർക്കശമായ സമീപനം. വെളിയം ഭാർഗവൻ്റെ കാലത്ത് പിണറായി വിജയൻ എന്ന് വിളിച്ചുകൊണ്ട് നേരിട്ടുള്ള വലിയ തോതിലുള്ള സംഘർഷങ്ങൾ പോലും കണ്ടിട്ടുണ്ട്. അപ്പോൾ CPIഎമ്മുമായി ആശയപരമായിട്ടുള്ള സംഘടനകൾ നിലനിർത്തുക, അതിനകത്ത് നിൽക്കുമ്പോൾ തന്നെ CPIഎം ഈ ചെയ്യുന്നത് മാർക്സിസ്റ്റ് ആൻഡ് ലെനിനിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ലൈൻ അല്ല എന്ന് ഓർമ്മിപ്പിക്കൽ, അങ്ങനെയാണ് അതിൻ്റെ നിലനിൽപ്പ് തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് അവരെ ഉത്തമ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് വിളിച്ച് കളിയാക്കുക പോലും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അടുത്ത ഘട്ടം, പുതിയൊരു സന്ധി നാം കാണുകയാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളെ തോൽപ്പിച്ചതിൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന മനുഷ്യന് വലിയ പങ്കാളിത്തമുണ്ട് എന്ന് CPI കണ്ടെത്തുകയാണ്. ആ കണ്ടെത്തലിനകത്ത് ശരിയുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്ക് ഇന്നിപ്പോൾ വന്നിട്ട് വെള്ളാപ്പള്ളി നടേശനെ കഴിഞ്ഞ ദിവസങ്ങളിപ്പം ഇലക്ഷൻ്റെ സമീപ ദിവസങ്ങളിൽ ബിനോയ് വിശ്വവുമായിട്ട് ഞാൻ തത്സമയം സംസാരിച്ചിരുന്നു. അന്ന് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് ഞാൻ ചോദിക്കുന്ന ഘട്ടത്തിലൊക്കെ അദ്ദേഹം ആ പേര് പറയാൻ പോലും തയ്യാറായില്ല. അദ്ദേഹം ഒരു തരത്തിലുള്ള ഒരു വഴുക്കൽ സമീപനം എടുത്തു. ഇന്ന് പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ അല്ല LDFിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആൾ. എൻ്റെ കാറിൽ ഞാൻ കൈ കൊടുക്കും, സ്നേഹം കാണിച്ചിരിക്കും, എൻ്റെ കാറിൽ അദ്ദേഹത്തെ കയറ്റില്ല എന്ന് പറഞ്ഞ വഴി വെള്ളാപ്പള്ളിയെ കയറ്റിയാൽ പാളും എന്ന് ആ പാർട്ടി പറയുകയാണ്. ഞാൻ ചോദിക്കുന്നത്, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആൾ LDFിൻ്റെ കാര്യം തീരുമാനിക്കാൻ വരണ്ട, വായിൽ വരുന്ന വർത്തമാനം പറയണ്ട, എൻ്റെ കാറിൽ കയറണ്ട എന്ന് പറഞ്ഞിട്ട് ബിനോയ് വിശ്വത്തെ ഇവിടെ ആരെങ്കിലും ആട്ടിപ്പായിക്കുന്നുണ്ടോ? ബിനോയ് വിശ്വം ആ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും രാഷ്ട്രീയക്കാർ രംഗത്ത് വരുന്നുണ്ടോ? ബിനോയ് വിശ്വം ഈഴവ സമുദായത്തെ ആകെ
അധിക്ഷേപിക്കുകയാണ് അതുവഴി ചെയ്തത് എന്ന് ഏതെങ്കിലും ഈഴവർക്ക് അഭിപ്രായമുണ്ടോ? ഇല്ലല്ലോ. വെള്ളാപ്പള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി എന്താണെന്ന് കേരളത്തിന് നന്നായി അറിയാം. ഏറ്റവും നന്നായി ബോധ്യപ്പെട്ട ദിവസമാണ് ഇന്ന്. ഞങ്ങൾക്ക് മലപ്പുറത്തും കോഴിക്കോടും ശ്വാസം മുട്ടുകയാണ് എന്ന് പറയുന്നു അദ്ദേഹം. അപ്പോൾ ഇതാ മാധ്യമ പ്രവർത്തകൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഭൂമി ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണോ? അല്ല, ഭൂമിയുണ്ട്, പക്ഷേ സർക്കാർ അനുമതി തരുന്നില്ല. ഏത് സർക്കാർ? പഴയ സർക്കാർ. അപ്പോൾ ഇപ്പോൾ 10 വർഷമായിട്ടൊരു സർക്കാരില്ല, ആ സർക്കാർ തരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അത് വ്യാജങ്ങളുടെ മേൽ അദ്ദേഹം കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന ഒരു വർഗീയതയുടെ ബിംബം തകർന്നേ തരിപ്പണമായി പോകുന്നത്. ഇനി അദ്ദേഹത്തിന് ആ പോയിന്റ് ഉന്നയിക്കാൻ പറ്റൂ? ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ള പോയിന്റ് ഉന്നയിക്കാൻ പറ്റില്ല. കാരണം 10 വർഷമായി പിണറായി വിജയനും ലെഫ്റ്റും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഈ ചോദ്യം സിമ്പിളായി എല്ലാവർക്കും ചോദിക്കാവുന്നതേ ഉള്ളൂ. ഈ ചോദ്യമുള്ളൂ. ഇന്ന് ഈ മാധ്യമപ്രവർത്തകൻ ചോദിച്ച ചോദ്യം നേരത്തെ എല്ലാവർക്കും ചോദിക്കാം. ഞാൻ പറഞ്ഞു UDF പോലും ആ ചോദ്യം, കോൺഗ്രസ് എന്ന് പറഞ്ഞതിൻ്റെ മദർ പാർട്ടി പോലും ഉറക്കെ ചോദിച്ചിട്ടില്ല. ചോദിച്ചിരുന്ന അന്നേ ഈ വെള്ളാപ്പള്ളിയെ നമുക്ക് ഡിഫ്യൂസ് ചെയ്യാൻ കഴിയുമായിരുന്നു. നിങ്ങൾക്ക് എന്താ കിട്ടാത്തത്? എന്താ ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നം എന്താണ്? കിട്ടാത്തത് 10 വർഷം മുമ്പ് UDF തരാത്തതാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ വഷള് വർത്തമാനം, ഈ വർഗീയ നുണ അദ്ദേഹം പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കാൻ കഴിയായിരുന്നു. ഇന്ന് അതിൻ്റെ കൂമ്പടിഞ്ഞു പോയില്ലേ? അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് യുക്തിരഹിതമായി വ്യാജം വർഗീയ വിഭജനത്തിന് വേണ്ടി പറയുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാം. ഈഴവ സമുദായത്തിലെയും മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർക്കും അറിയാം വെള്ളാപ്പള്ളി നടേശൻ ആരാണെന്ന്. അദ്ദേഹം 30 വർഷക്കാലത്തിലധികമായി SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പണവും അധികാരവും ഉപയോഗിച്ചുകൊണ്ടാണെന്ന് അറിയാത്തവരാരും ആ സമുദായത്തിനകത്തില്ല. അദ്ദേഹം SNDP യോഗത്തോടോ ആ സമുദായത്തോടോ കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളല്ലെന്നും അദ്ദേഹം മൈക്രോ ഫിനാൻസ് വഴി അതിലെ ഏറ്റവും താഴെത്തട്ട് മനുഷ്യർക്ക് കിട്ടേണ്ട പൈസ മുഴുവൻ വ്യാജ വിലാസമുണ്ടാക്കി അടിച്ചെടുത്തു എന്ന കേസിലെ പ്രധാന പ്രതിയാണെന്ന് കേരളത്തിന് മുഴുവൻ അറിയാം. അതുകൊണ്ട് വെള്ളാപ്പള്ളി ആരെങ്കിലും തോൽപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചാൽ അവർ വിജയിച്ച ചരിത്രമേ ഉള്ളൂ എന്നത് കേരളത്തിനറിയാം. അങ്ങനെ ഇരിക്കെ എന്തിനാണ് നിങ്ങളൊരു വെള്ളാപ്പള്ളിയെ കൊണ്ടു നടക്കുന്നത്? ഇനി നമുക്ക് ആ ഭാരം ചുമക്കേണ്ടതില്ല എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കുന്നു. അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഒന്ന് തുറന്നു പറയുന്നു. അതുകൊണ്ട് എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കേരളത്തിൽ ഏതെങ്കിലും മാധ്യമങ്ങൾ ബിനോയ് വിശ്വം മണ്ടത്തരം കാണിക്കുന്നു പറയുന്നുണ്ടോ? കേരളത്തിൽ ഏതെങ്കിലും പൊളിറ്റിക്കൽ അനലിസ്റ്റുകൾ ബിനോയ് വിശ്വത്തിന് മണ്ടത്തരാണെന്ന് പറയുന്നുണ്ടോ? കേരളത്തിൽ ഏതെങ്കിലും സമുദായ സംഘടനകൾ, ഏതെങ്കിലും ഹിന്ദു ആക്ടിവിസ്റ്റുകൾ വന്ന് ഹിന്ദു നേതാവിനെ അധിക്ഷേപിക്കുന്നു പറയുന്നുണ്ടോ? ഇല്ല. കാരണം ആ നിലയ്ക്കുള്ള വാല്യൂവേ ഇദ്ദേഹത്തിനുള്ളൂ. ഇദ്ദേഹം സംഘപരിവാറിൻ്റെ ഐഡിയോളജി പ്രൊപ്പഗേറ്റ് ചെയ്യാനും അതിന് അടിസ്ഥാനമുണ്ടാക്കാനും പണിയെടുക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നാൽ നമുക്കല്ല ഗുണം, സംഘപരിവാറിനാണ് ഗുണം. സംഘപരിവാറിന് വേണ്ടിയാണ് അദ്ദേഹം വഴിവെട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് ബിനോയ് വിശ്വത്തിന് നേരത്തെ മനസ്സിലാവുന്നു. മനസ്സിലാവാത്തവരാണോ അപ്പുറത്തുള്ളത് എനിക്കറിയില്ല. ബിനോയ് വിശ്വം അത് തുറന്നു പറയുന്നു. CPM അതിനെ ഖണ്ഡിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ എങ്ങനെ ഖണ്ഡിക്കാൻ പറ്റും? ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേറൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥ കൂടിയാണ്. ഞാൻ വിചാരിക്കുന്നത് ഇത് ഒരു ശ്രദ്ധേയമായിട്ടുള്ള ചുവടുവയ്പ്പായിട്ട് LDF-നകത്ത് മാറാൻ പോവാണ്. വെള്ളാപ്പള്ളി നടേശനെ ഇനിയും കൊണ്ടു നടക്കാൻ കഴിയാത്ത വിധം CPIM-നെ പരിമിതപ്പെടുത്തുന്ന 2 സന്ദർഭങ്ങൾ ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ വെള്ളാപ്പള്ളിയെ ഡിസോൺ ചെയ്യാൻ, ഏറ്റവും കുറഞ്ഞത് മാറി നിൽക്കാനെങ്കിലും CPM നേതൃത്വം നിർബന്ധിതമാകുമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റത് വേറെ കാര്യമാണ്. അതായത് ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഘട്ടത്തിൽ മൊത്തത്തിൽ പാളിപ്പോയി, ഭരണവിരുദ്ധ വികാരമുണ്ട്, എല്ലാ ക്യാമ്പസുകളിലും SFI ജയിക്കുകയാണ്, പക്ഷേ ജെൻസിയുടെ വോട്ടൊന്നും കിട്ടിയില്ലെന്നാണ് CPIയുടെ പ്രതിനിധികൾ സംസ്ഥാന കൗൺസിലിൽ ചോദിച്ചത്. എല്ലായിടത്തും ജയിക്കുന്നുണ്ട്, പക്ഷേ എവിടെ പോയി ജെൻസി വോട്ടുകൾ? ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന സംഗതി അവർ ആ നിലയ്ക്ക് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ചില പ്രതിനിധികൾ പിണറായി വിജയൻ്റെ സമീപന പ്രശ്നമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ റോഡുകളും പാലങ്ങളും ഉണ്ടാക്കി, നമ്മൾ പെൻഷൻ കൊടുത്തു, പക്ഷേ പിണറായി വിജയൻ ആളുകളെ സമീപിച്ചതിൽ പ്രശ്നമുണ്ട്. അപ്പോൾ ബിനോയ് വിശ്വം ചോദിക്കുന്ന ചോദ്യം അത് ശരിയായിരിക്കാം, പക്ഷേ നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ അവരുടെ പാർട്ടിയാണല്ലോ പരിഹരിക്കേണ്ടത് എന്ന് ബിനോയ് വിശ്വം മറുപടി പറഞ്ഞതായി മാധ്യമങ്ങൾ വാർത്ത ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തെ കോർ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിൽ CPI തയ്യാറാവുന്നുള്ളത് ഞാൻ അതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അത് LDF-ൽ ആകെ ഒരു ചർച്ചാ വിഷയമാക്കി കൊണ്ടുവരാൻ CPIക്ക് ഇപ്പോഴും ത്രാണിയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെങ്കിൽ കൂടിയും LDF-നകത്ത് നിന്ന് ഞങ്ങൾ എങ്ങനെ തോറ്റു എന്നതിനെക്കുറിച്ച് ശരിയായി സംസാരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ട്. അതിൻ്റെ ശബ്ദം കേട്ടു തുടങ്ങിയിരിക്കുന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതിനെ ആ നിലയ്ക്ക് എടുക്കുമോ CPM? അതോ CPM-ൻ്റെ ഈഗോ പിന്നെയും പ്രവർത്തിക്കുമോ? ഞങ്ങളാണോ അതോ അവരാണോ LDF-ലെ പ്രധാനപ്പെട്ട കക്ഷികൾ എന്ന് ഉള്ള ഈഗോ പ്രവർത്തിക്കുകയും CPIയെ തള്ളിക്കളയുകയും ബിനോയ് വിശ്വത്തേക്കാൾ വലിയ ആളായിട്ട് അവർ വെള്ളാപ്പള്ളിയെ വീണ്ടും എടുത്തുകൊണ്ടുവരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം. ശരി സർ, ഇന്നെന്തായാലും ബിനോയ് വിശ്വത്തിൻ്റെ ആ മറുപടിക്ക് കൈയടി കൊടുക്കേണ്ടതല്ലേ? ബിനോയ് വിശ്വത്തിൻ്റെ മറുപടിക്ക് ഇന്ന് കൈയടി കൊടുക്കുമ്പോൾ ചില ചോദ്യങ്ങളുണ്ടാവും. കാരണം വെച്ചാൽ ഇത് വെള്ളാപ്പള്ളി നടേശൻ, ഒന്നാമത്തെ കാര്യം വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇന്നലെ ഉണ്ടായതല്ല, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഉണ്ടായതല്ല. നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷവും വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തി ബിനോയ് വിശ്വത്തിൻ്റെ പാർട്ടി കൂടി പങ്കാളിയായിട്ടുള്ള ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഭരിക്കുന്ന കേരള സർക്കാരിൻ്റെ സംവിധാനമായിട്ടുള്ള നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനാണ്. അതിനെക്കുറിച്ച് ബിനോയ് വിശ്വം വല്ലതും പറഞ്ഞോ? ഇനി വല്ലതും ഇന്ന് പറയുന്നതെന്ന് വിചാരിക്കുക, ഇത്രയും കാലം അദ്ദേഹം വല്ലതും പറഞ്ഞോ? അദ്ദേഹത്തിൻ്റെ പാർട്ടി കൂടി പങ്കാളിയായിട്ടുള്ള ഒരു സർക്കാരിൻ്റെ
സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന, പൊതുഖജനാവിൽ നിന്ന് ഫണ്ടെടുത്ത് ചെലവഴിച്ച് പ്രവർത്തിക്കുന്ന നവോത്ഥാന സമിതി വ്യാജ പേരാണ് ശരിക്കും. അങ്ങനെ ഒരു വ്യാജ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ സമിതിയുടെ അധ്യക്ഷനാണ് ഈ നാട് മുഴുവൻ വർഗീയത പറഞ്ഞുകൊണ്ട് നടക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത്. അതേക്കുറിച്ച് എന്താണ് ബിനോയ് വിശ്വം ഒന്നും പറയാത്തത്? ഈ നിമിഷവും ഇങ്ങനെ ഇത് തന്നെയാണല്ലോ, ഈ നവോത്ഥാന സമിതി അധ്യക്ഷനാണല്ലോ. ഓക്കെ, തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ബിനോയ് വിശ്വം ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ബിനോയ് വിശ്വം ഇതിന് മുമ്പ് പറഞ്ഞിരുന്നോ നമ്മൾ ഈ ചെങ്ങായി ഇതിൻ്റെ അധ്യക്ഷനാക്കരുത്? പറഞ്ഞിരുന്നു. പോട്ടെ, നാട് മുഴുവൻ ഇങ്ങനെ വർഗീയത പ്രസംഗിച്ച് നടക്കുന്ന കാലത്ത് ബിനോയ് വിശ്വം വല്ലതും പറഞ്ഞോ? ഇപ്പോൾ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞത്, മുസ്ലിങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഒക്കെ വിട്ടേക്കും. സ്വന്തം പാർട്ടി സഖാവ് PP സുനീർ എന്ന് പറയുന്ന സഖാവ് CPIയുടെ സംസ്ഥാന നേതാവാണ്. ദീർഘകാലം തോക്കുമെന്ന് 100% ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കുക എന്നുള്ളത് ജീവിത ദൗത്യമായി ഏറ്റെടുത്ത ഒരു സീനിയറായിട്ടുള്ള ഒരു പാർട്ടി സഖാവ്. ആ സഖാവിനെ രാജ്യസഭയിലേക്ക് അയക്കാൻ CPI തീരുമാനിച്ചപ്പോൾ എന്തായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണം? എത്ര ഓഞ്ഞ വർഗീയതയാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത്. ഈ ബിനോയ് വിശ്വം എന്നൊരു അക്ഷരം വേണ്ടിയോ? മുസ്ലിങ്ങളുടെ കാര്യം, മലപ്പുറത്തിൻ്റെ കാര്യം, മലബാറിൻ്റെ കാര്യം എല്ലാം വിട്ടേക്കും. സ്വന്തം പാർട്ടിയിൽ ഒരു സഖാവിനെ, സീനിയറായ ഒരു സഖാവിനെ രാജ്യസഭയിലേക്ക് വിടാൻ തീരുമാനിച്ചാൽ അതിനെ വർഗീയമായി എടുത്ത് വിഷം കലക്കിയ ഈ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് അന്ന് ബിനോയ് വിശ്വമോ അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതൃത്വമോ ആ പാർട്ടിയിലെ ഏതെങ്കിലും സഹസഖാക്കളോ ഒരക്ഷരം വേണ്ടിയോ? അപ്പോൾ അന്നൊന്നും ഇല്ലാത്ത ഈ ധാർമ്മിക രോഷവും മതേതരത്വ വിജൃംഭിതമാകുന്നതൊക്കെ എന്താണ് ഇപ്പോൾ? ഈ PP സുനീർ എന്ന സഖാവിനെതിരെ വിഷം തുപ്പിയ ഇതേ വെള്ളാപ്പള്ളി നടേശനെ പൊന്നാട അടിക്കാൻ സ്റ്റേജിലിരുന്ന ഒരാൾ P പ്രസാദാണ്, CPIയുടെ മന്ത്രിയാണ്. അതെന്താ തെരഞ്ഞെടുപ്പിന് മുമ്പാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായപ്പോൾ പെട്ടെന്നൊരു മതേതരം വിജൃംഭിച്ച് വരിക എന്ന് പറയുന്നത് അതൊരു ശരിയായ രാഷ്ട്രീയ നിലപാടല്ല. ഇനി ഒരു കാര്യം മനസ്സിലായി, മൊത്തത്തിൽ ഈ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പം ആളുകളുടെ ഒരു ധാരണ വെള്ളാപ്പള്ളി പിണറായി വിജയൻ്റെ കാറിൽ കയറിയിരുന്നു, ഇതാണ് പ്രശ്നം. അതിൽ ഒരു നിമിത്തം മാത്രമാണ്. നമുക്ക് CPM സ്വീകരിക്കുന്ന കഴിഞ്ഞ 5-8 വർഷമായിട്ട് സ്വീകരിച്ചു പോരുന്ന ഒരു ലൈനുണ്ട് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സംഘാടനം, പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ, അത് മാറ്റി നിർത്തിയിട്ട് ഈ പറയുന്ന സോഷ്യൽ എൻജിനീയറിംഗ് എന്ന വ്യാജ പേരിൽ അറിയപ്പെടുന്ന അളിഞ്ഞ വർഗീയത, അതാണ് തിരഞ്ഞെടുപ്പുകളിൽ CPM സ്വീകരിക്കുന്നത്. 2020 പ്രാദേശിക തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എന്തായിരുന്നു അവരുടെ കോയിനേജ്? അവർ മുന്നോട്ട് വെച്ചത് എന്താണ്? ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി സഖ്യം. അതിനെതിരെയാണ് ഈ പോരാട്ടം എന്നാണ്. ഏത് യോഗി ആദിത്യനാഥ് ഈ 20%-നെതിരെ 80 എന്ന് പറഞ്ഞതിൻ്റെ കേരള വേർഷനാണത്. ഈ നിലയുള്ള അളിഞ്ഞ വർഗീയത നിരന്തരമായി തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന ഒരു സമീപന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ വെള്ളാപ്പള്ളി ബഡ്ഡിയായി മാറുന്നത്. വെള്ളാപ്പള്ളി കേരള രാഷ്ട്രീയത്തിലും ഒരു ഏറ്റവും സ്പെക്ടാക്കുലർ ഡുവോ എന്നുള്ള അർത്ഥത്തിൽ പിണറായി വിജയനും വെള്ളാപ്പള്ളിയും മാറി. ഒരു ഇമേജറിയായി തന്നെ മാറിക്കഴിഞ്ഞതിനകം വെള്ളാപ്പള്ളിയും പിണറായി വിജയൻ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരു പോസ്റ്റർ, ഒരു പ്രധാനപ്പെട്ട ഡുവോ ആയി മാറിക്കഴിഞ്ഞു. അത് ബിനോയ് വിശ്വം തള്ളി പറഞ്ഞുകൊണ്ട് അല്ലെ വേറെ എന്തെങ്കിലും ചിന്തയിൽ ലേഖനം എഴുതിയുകൊണ്ടൊന്നും അത് മറികടക്കാൻ പോകുന്നില്ല. അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇമേജായി മാറിക്കഴിഞ്ഞു. ആരെ കൈയാണ് പിണറായി ഉയർത്തിപ്പിടിക്കുന്നത്? ആർക്കു വേണ്ടിയാണ് ഇദ്ദേഹം സംരക്ഷണ കവചമൊരുക്കുന്നത്? ആരെയാണ് കാറിൽ കയറ്റുന്നത്? ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായി അവസാനം സ്റ്റേറ്റ് കമ്മിറ്റി എല്ലാം ചർച്ച ചെയ്തിട്ട് ഗോവിന്ദ മാഷ് പത്രസമ്മേളനം നടന്നു. പത്രക്കാർ ചോദിക്കുന്നു ഇതേക്കുറിച്ച്. അങ്ങനെ വിഷയമേ ഇല്ലെന്നാണ് പറയുന്നത്. എന്നാൽ ഇനി ഹെലികോപ്റ്ററിലും കയറ്റും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞത് വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി എന്നൊരു ഐസൊലേറ്റഡ് ഇവൻറ്റ് അതങ്ങനെയല്ല. ഇത് CPM LDF സ്വീകരിക്കുന്ന ഒരു സമീപന രീതിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിനെ മുന്നണിയിൽ ചോദ്യം ചെയ്യാതെ അതിൻ്റെ ഏറ്റവും മാരക സ്വഭാവത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ ഒരു വിയോജിപ്പും രേഖപ്പെടുത്താതെ ഇന്ന് ബിനോയ് വിശ്വം വന്നിട്ട് അദ്ദേഹത്തിന് നല്ല പദസമ്പത്തുള്ള മനുഷ്യനാണ്, നല്ല വാചകങ്ങൾ പറയുന്നത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാനതാ പറയുന്നത്, സ്വന്തം പാർട്ടി സഖാവിന് പോലും വെള്ളാപ്പള്ളിയിൽ നിന്ന് സംരക്ഷണം കൊടുക്കാൻ പറ്റാത്ത ബിനോയ് വിശ്വമാണ്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് സത്യസന്ധമായിട്ട് പരിശോധിക്കുകയാണ് വേണ്ടത്. അല്ലാതെ കാറിൽ കയറ്റുന്ന കുഴപ്പമാണോ, ഒരു പ്രായമായ മനുഷ്യനല്ലേ, ഇങ്ങനെയൊക്കെയുള്ള വളഞ്ഞ ഉത്തരങ്ങൾ പറയുന്നത് രക്ഷപ്പെടാൻ പറ്റില്ല. CPIM LDF തിരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കുറേ കാലമായി എടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമീപനം അത് തിരുത്തുക.
ജനങ്ങളെ സംഘടിപ്പിക്കുക, തെരുവിലേക്ക് വരിക, പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ നടത്തുക, ആ പണി എടുക്കുക എന്നാണ് ഞാൻ പറയുന്നത്. യെസ്, എന്തായാലും വെള്ളാപ്പള്ളി നടേശനെ ചൊല്ലി ഇനി LDF-നകത്ത് എന്തൊക്കെ തർക്കങ്ങളും കലഹവും ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.